കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിൽ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാകുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത പ്രതിഷേധക്കാരെ വിട്ടയക്കുമെന്നുള്ള വിവരം കൂടി വരികയാണ്. രാഹുൽ KB കൂടുതൽ വിശദാംശങ്ങളുമായിട്ടാണ്. രാഹുൽ, വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം സംഘർഷത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിലിപ്പോൾ താൽക്കാലികമായിട്ടൊരു ആശ്വാസം അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാവുകയാണ്. എങ്ങനെയാണ്? പക്ഷേ ജനകീയ സമരം വിജയിക്കുകയാണ്. പോഴിക്കാവ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. രാവിലെ നാട്ടുകാർ കൂടുതലായി സംഘടിച്ചു വന്ന മണ്ണുമായി പോകുന്ന വാഹനങ്ങൾ, മണ്ണെടുക്കാൻ വരുന്ന വാഹനങ്ങളൊക്കെ തടഞ്ഞു. പോലീസിന്റെ ക്രൂര നടപടിക്കാണ് പിന്നീട് ഈ പോഴിക്കാവ് വേദിയായതെന്നാണ്. പോലീസ് ലാത്തി ഉപയോഗിച്ച് നാട്ടുകാരെ മർദ്ദിച്ചു, ബൂട്ടിട്ട് ചവിട്ടി. പ്രതിഷേധിച്ച പഞ്ചായത്ത് പ്രതിനിധികൾ അടക്കമുള്ളവരെ റോഡിലൂടെ വലിച്ചിഴച്ച് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. പിന്നീട് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ ചുമതലയുള്ള VV ബെന്നി സ്ഥലത്ത് വന്നു. സമരസമിതി പ്രതിനിധികളും ഒപ്പം തഹസിൽദാരും എത്തി ചർച്ച നടത്തി. അതിനുശേഷമാണ് ഏതായാലും താൽക്കാലികമായി മണ്ണെടുക്കുന്നത് നിർത്താനുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. നാട്ടുകാർ ഇപ്പോഴും സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട്. അവർ സംഘടിച്ചതിന്റെ ഫലമാണ് ഈ വിജയം എന്ന് പറയുന്നതും. ഏതായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തി. പക്ഷേ ഇന്നലെ ഒരു ചതിയാണ് ഞങ്ങളോട് ചെയ്തത്. ഞങ്ങളെ സഹോദരങ്ങൾ 11 മണിക്ക് പണിക്ക് പോയ സമയത്ത് 11 മണിക്കാണ് ഒരു ട്രാവലറും ഒരു ബസ്സും 2 ജീപ്പും വന്നത്. പിന്നെ വാഗാടിന്റെ വണ്ടിക്ക് എസ്കോർട്ടായിട്ടാണ് ഓല് വന്നത്. പോലീസ് വന്നത്. അത് കഴിഞ്ഞ് പോലീസ് എസ്കോർട്ടായിട്ട് മുന്നിൽ വന്നിട്ട് 2 വണ്ടി മണ്ണുമായിട്ടാണ് ഓല് പോയത്. അന്നേരം മറ്റുള്ളവരെന്താ ഞങ്ങളോട് പ്രതികരിക്കുന്നത്? ഒരു തരി മണ്ണും വിട്ടു തരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയില്ലേന്ന് ഓല് പറയുന്നത്. കണ്ടിട്ട് ഞങ്ങൾക്ക് പോരാടി വിജയിച്ച ഞങ്ങളെ ഗോഡപ്പറപ്പുകളാണ് വന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത ഗോഡപ്പറപ്പുകളാണ് ഈ വന്നത്. ഓലെ ഞങ്ങൾക്ക് സ്വീകരിക്കണം. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയവർ തിരികെ എത്തുകയാണ് ബലപ്രയോഗത്തിലൂടെ. മണ്ണെടുപ്പ് നിർത്തി പോലീസ് നിങ്ങളെ വിട്ടയക്കുകയും ചെയ്തു. സന്തോഷായി. ഇനി ഇങ്ങോട്ട് വരരുത്. ഞങ്ങളെ കൊടുക്കുന്ന ചെറിയ കുട്ടി പോലീസ് ഞങ്ങളെ വലിച്ചയച്ച് എല്ലാവിധ മർദ്ദനങ്ങളും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ നിലപാട് ഇനി മണ്ണെടുക്കുന്ന പ്രശ്നമില്ല. ഇനി ഞങ്ങൾ ജീവൻ കൊടുക്കാൻ തയ്യാറാ. ഇനി ഞങ്ങൾ ഈ രൂപം മാറും. ഞങ്ങളെ സമരത്തിന്റെ രൂപവും ഞങ്ങൾ മാറ്റും. നല്ല രീതിയിലാണ് ഇത്രയും കാലം ഞങ്ങൾ പോയത്. അത് ഞങ്ങൾ മാറും. പോലീസ് വിട്ടയച്ചല്ലേ? ഇന്നലെ ഞാൻ സ്റ്റേഷനിൽ പോയി. ഇന്നും ആദ്യം തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. എനിക്കൊന്ന് ചെറുത്ത് നിൽക്കാൻ കഴിയില്ല. 3 പോലീസുകാർ എന്നെ വളഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് ഞാൻ വണ്ടിയിലേക്ക് കയറിയില്ലേ. പിന്നെ മോൻ വന്ന സമയത്താണ് ഞാൻ കയറിയത്. പിടിച്ച് വലിച്ച് വേദന ഉണ്ട്. അവിടെയൊക്കെ കയ്യും കാലൊക്കെ നല്ല വേദന. എല്ലാം പിടിച്ച് വലിച്ചങ്ങാട്ട് ഒതുക്കിക്കാളുണ്ട്. അക്ഷയ, പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയവരിൽ ചിലരാണ് തിരികെ വന്നിട്ടുള്ളത്. അവർക്കെതിരെ മോനെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയല്ലേ? പേടിച്ചു പോയോ? എന്താ അവര് പറഞ്ഞത്? പോലീസുകാരെ ഇറക്കാൻ പോലീസ് മോനെ എന്തിനാ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റിയത്? ഞാൻ ബലം പിടിച്ചു തന്നതുകൊണ്ട് അപ്പൊ ചേച്ചി പോകുന്ന സമയത്ത് പോലീസ് മോനെയും ബലപ്രയോഗത്തിലൂടെ തന്നെയാണോ കയറ്റിയത്? അല്ലല്ല, മോനെ ബലപ്രയോഗിച്ചില്ല. മോൻ വന്നാലേ ഞാൻ കയറുള്ളൂ. അങ്ങനെ മോനെ